ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിലൊരു ചിക്കൻ ബിരിയാണിയാണ്. അതിനുവേണ്ടി 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന്, കുറച്ച് എണ്ണ, എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനെ നമുക്ക് ഒരു കുക്കറിലോട്ട് ഇടാം. ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് കുക്കറിലോട്ട് വെച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ബിരിയാണി ചോറ് വെക്കാം. അതിനായിട്ട് ഞാൻ ഒരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 3 ഗ്ലാസ് അരി, ജീരകശാല റൈസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഹരപ്പോട്ടയ്ക്കകത്ത് ഊറ്റി വെച്ചിരിക്കുകയാണ്. വെള്ളം എല്ലാം മാർന്നിരിക്കുകയാണ്. കലം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് കറുവേപ്പട്ട, ഏലക്ക, ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. മസാല ഇതെല്ലാം കൂടി ഇട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അതൊക്കെ ഒന്ന് ചൂടായി അതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി നമ്മള് ഇതിനാവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ആ റേഷ്യോണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മള് അരി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ചൈന പോട്ടിലോട്ട് ഇറക്കി വെക്കുന്നു. ഒരു 15 മിനിറ്റ് ഇതിലിരിക്കുമ്പോ അരി നല്ല സെറ്റായി വെന്തിരിക്കും. ചിക്കൻ്റെ കുട്ടിലൊക്കെ ഇട്ട് അത് ഓഫ് ചെയ്യാം. ഇനി ഉള്ളിയൊക്കെ വരട്ടാം. അതിനു വേണ്ടി അടുപ്പ് സ്റ്റവ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടാവട്ടെ. പാൻ ചൂടായി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഒരു 6 സവാള എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി എരിഞ്ഞതുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ട്. അതില് ഒരു ഇതള് കറിവേപ്പല അരി അരച്ചതും കൂടെ ഉണ്ട്. ഇതിലോട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കത്തില്ല, പകരം പച്ചമുളകും കുരുമുളകുമാണ് ചിക്കൻ വേവിക്കാൻ എടുക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വരണം. കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്നു വന്നു. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ. കറിവേപ്പില ഇതിലിട്ടൊന്ന് ചതച്ചാൽ മാത്രം മതി. അതിനെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം
2 തക്കാളി അരിഞ്ഞതുണ്ട്, അതും കൂടെ ഇടുക. എന്നിട്ട് ഒന്ന് ഇളക്കുക. ഇനി തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്ന് അതിന്റെ ഗ്രേവിയൊക്കെ ആകുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. നമുക്ക് അടപ്പൊക്കെ തുറന്ന് നോക്കാം. എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട്. തക്കാളി എല്ലാം വെന്ത് നല്ല ഉടഞ്ഞ് സെറ്റായി. ഇതിലോട്ട് നമ്മൾ ഒരു പിസിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കാം. ചിക്കൻ എടുത്ത് ഇതിലോട്ട് നമുക്കൊന്ന് ഇടാം. ഇതിൽ മുളക് പൊടി ഒട്ടും ചേർക്കൂല. ഇത് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര്. ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ 1 കപ്പ് വെള്ളവും കൂടെ ചേർക്കുക. നല്ലതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. കുറച്ച് കൂടെ വേണം. ഇതൊരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ആ ഉപ്പെല്ലാം ഒന്ന് ഇതിനെ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. ഇനി നമുക്ക് നമ്മുടെ ചോറ് നോക്കാം. ചോറ് നമുക്ക് തുറന്ന് നോക്കാം. ചോറ് നല്ലതുപോലെ വെന്ത് ഒന്നും ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ചോറ് വെന്തിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവി നിർത്തി തന്നെ വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറാം. കുറച്ച് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനായിട്ട് ഞാൻ ഒരു വലിയ ചരുവം എടുത്തിട്ടുണ്ട്. ഇത് ചോറും ഇറച്ചിയും കൂടെ മിക്സ് ആക്കാനാണ്. ചരുവം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം കറിയെല്ലാം നല്ല ഗ്രേവി നിർത്തി തന്നെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചോറ് വിതറി കൊടുക്കാം. ചോറ് കണ്ട എല്ലാം നല്ല വിട്ട് നിൽക്കുകയാണ്. അരിയെല്ലാം ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ചോറ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലതുപോലെ നിരത്തി കൊടുക്കുക ചോറ്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ നെയ്യൊന്ന് ചോറിന് മുകളിലായിട്ട് പരത്തുക. ഇനി ഇതിലോട്ട് കുറച്ച്
മല്ലിയിലയും പുതിനയിലയും കൂടെ വിതറുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ദമ്മാക്കാം. ഒരു 5 മിനിറ്റ് ചെറുതീയില്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ. ഇപ്പൊ നല്ല ചിക്കൻ ബിരിയാണിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ.